അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്, വെൽക്കം ടു മസിയാമീസ് വ്ലോഗ്. ഇന്ന് ഞാൻ ഷെയർ ആക്കുന്ന റെസിപ്പി കെട്ടുവള്ളം മീൻകറിയാണ്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ വീഡിയോ ഫുള്ളായിട്ട് കണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കെട്ടുവള്ളം മീൻകറി ഉണ്ടാക്കുന്നതിന് വേണ്ടി 1 കിലോ വറ്റയാണ് എടുത്തിരിക്കുന്നത്. വറ്റ നന്നായി ക്ലീൻ ചെയ്ത് വെള്ളമില്ലാതെ എടുക്കണം. വറ്റ 1 ടേബിൾ സ്പൂൺ വിനിഗറും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ആദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇങ്ങനെ നന്നായി മാരിനേറ്റ് ചെയ്ത ശേഷം അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 15 ചെറിയുള്ളി, 1 മുറി തേങ്ങ ചിരകിയത്, പുളിക്ക് ആവശ്യമായ കുടംപുളി, 10 ചെറിയുള്ളി ചെറുതായി സ്ലൈസ് ചെയ്തെടുത്തത്, കറി ലീവ്സ്, 4 ഗ്രീൻ ചില്ലി ചോപ്പ് ചെയ്തത്, 10 വെളുത്തുള്ളി ചെറുതായി ചോപ്പ് ചെയ്തത്, ഒരു മീഡിയം സൈസ് ഇഞ്ചി ചെറുതായി ചോപ്പ് ചെയ്തത്. ഒരു പാൻ ഹീറ്റ് ചെയ്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് മുഴുവനായിട്ടുള്ള ചെറിയുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ചെറിയുള്ളി നന്നായി വാടി വരുമ്പോൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. തേങ്ങ നന്നായി ഒന്ന് ഹീറ്റായി വരുമ്പോൾ ഇതിലേക്ക് 3 ടീസ്പൂൺ മല്ലി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. തേങ്ങ ചെറിയ ബ്രൗൺ കളർ ആവാൻ തുടങ്ങുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്ത തേങ്ങ ചൂടാറുന്നതിന് വേണ്ടി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. മീൻകറി ഉണ്ടാക്കുന്ന ചട്ടിയിലേക്ക് 2 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുടംപുളി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറി ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇത് തിളക്കുന്ന സമയം കൊണ്ട് ഇതിന് വേണ്ട ഗ്രേവി റെഡിയാക്കി എടുക്കാം. അതിനു വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് ഹീറ്റ് ചെയ്യാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ
വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ 1/4 ടീസ്പൂൺ കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് സോട്ടായി കിട്ടണം. കറിക്ക് ആവശ്യമായ ഉപ്പ് ഈ ഗ്രേവിയിലേക്ക് തന്നെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മീൻ ഉപ്പ് ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് അതനുസരിച്ച് വേണം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇത് നന്നായി സോട്ടായി കിട്ടുന്ന സമയം കൊണ്ട് ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കുറേശ്ശെ വെള്ളം ആഡ് ചെയ്ത് പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കാം. ഈ ഒരു പരുവത്തിൽ വേണം അരച്ചെടുക്കാൻ. ഇനി ഈ അരപ്പ് സോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വളരെ കുറച്ച് വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നതിന് വേണ്ടി 10 മിനിറ്റ് നന്നായി ബോയിൽ ചെയ്തെടുക്കണം. ഇപ്പോൾ അരപ്പ് നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചട്ടിയിൽ വെച്ച വെള്ളം നന്നായി ബോയിലാകാൻ തുടങ്ങുമ്പോൾ ഈ അരപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നന്നായി തിളക്കാൻ തുടങ്ങുമ്പോൾ ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച മീൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഫിഷ് ആഡ് ചെയ്ത് കൊടുത്ത് ഒരു 10 മിനിറ്റ് നന്നായി തിളപ്പിച്ചെടുക്കണം. വിനാഗിരി ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് മീൻ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അതുകൊണ്ട് 10 മിനിറ്റിൽ കൂടുതൽ കുക്ക് ചെയ്യരുത്. 10 മിനിറ്റ് ആകുമ്പോൾ ഇതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. എണ്ണ തെളിയുന്നതിന് വേണ്ടി ഒരു 15 മിനിറ്റ് കവർ ചെയ്ത് വെക്കാം. 15 മിനിറ്റ് കഴിയുമ്പോൾ ചൂടോടെ സെർവ് ചെയ്യാം. കെട്ടുവെള്ളം മീൻകറിയുടെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻകറിയാണ്. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.